ഹായ് ഹലോ, ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണേ. ഫുൾ വീഡിയോ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഇടാത്തത്. ഇത് നമ്മുടെ ഐഷുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഐഷുവിന് ഏറ്റവും ഇഷ്ടം റെഡ് വെൽവെറ്റ് കേക്കാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് അതിൽ ക്രീം അപ്ലൈ ചെയ്ത് ചോക്കോ ചിപ്സും മിൽക്ക് മെയ്ഡും ആണ് ചേർത്തിരിക്കുന്ന ഫില്ലിങ്ങിൽ. എല്ലാ ലെയറും ഒരുപോലെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വീണ്ടും അതിനെ ക്രം കോട്ട് ചെയ്തു. ഹാർട്ട് ഷേപ്പ് കേക്ക് വേണമെന്ന് ഐഷുവിന് നിർബന്ധമായിരുന്നു. ഹാർട്ട് ഷേപ്പ് കേക്കിന് അറിയാമല്ലോ പ്രത്യേകത. അപ്പോൾ നമ്മൾ നന്നായിട്ടത് ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കി അതിനുശേഷം സൈഡിലുണ്ടായിരുന്ന ക്രീമെല്ലാം വൈപ്പ് ഓഫ് ചെയ്തു. ഒരുപാട് ക്രീം അപ്ലൈ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. പൊതുവേ മധുരം എനിക്ക് കുറവാണ് ഇഷ്ടം. കസ്റ്റമേഴ്സിനോട് അഭിപ്രായം ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യും. നമുക്ക് ആ റെഡ് വെൽവെറ്റ് കേക്കിനെ നമുക്ക് ഹാർട്ട് ഷേപ്പ് കേക്കാക്കി മാറ്റാം. സൈഡ് കട്ട് ചെയ്ത് ആ സൈഡിലെ കട്ടിങ് എടുത്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ച് കഴിയുമ്പോൾ അതിനെ നമുക്ക് ഹാർട്ട് ഷേപ്പ് കേക്കാക്കി കിട്ടും. അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചേർത്ത് വെച്ച്, കാരണം ഒരു പുതിയ പീസ് വെച്ചതല്ലേ, നന്നായിട്ടൊന്ന് ചേർത്ത് വെച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളും. എല്ലാ വശമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തു. ഇനി ഹാർട്ട് ഷേപ്പിനൊരു ചെറിയ സ്ട്രെസ്സും കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഹാർട്ട് ഷേപ്പ് കിട്ടും. അത് കാണുമ്പോൾ അറിയാം നമ്മുടെ ലെയറെല്ലാം കറക്റ്റായിട്ട് ലെവലായിട്ട് വന്നിട്ടുണ്ടെന്ന് ആ ചെറിയൊരു പീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഈ സൈഡ് ഭാഗം നോക്കുമ്പോൾ നമുക്കറിയാം നല്ല കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ലെവലാണ് നമുക്ക് വന്നിരിക്കുന്ന ലെയേഴ്സ് എല്ലാം. നമുക്കതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഒന്ന് ഫില്ല് ചെയ്യാം. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ട്രഡീഷണൽ ഡിസൈൻ തന്നെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഫുള്ള് കവർ ചെയ്ത് ആ ക്രംസ് ഫില്ല് ചെയ്യുന്നതിനേക്കാട്ടിൽ കുറച്ചും കൂടെ ഒരു ലുക്ക് വരുന്നത് പാർഷ്യലായിട്ട് ഒരു വൈറ്റ് ക്രീമിൻ്റെയും കൂടെ ഒരു ടിൻറ്റ് കയറി വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡിസൈൻ ചെയ്തു. പക്ഷേ ഒരബദ്ധം പറ്റി. ഡെക്കറേഷൻ ചെയ്തപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഒടുവിൽ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. സോറി. ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ ഡെക്കറേഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. എനിക്ക് ഈ കേക്ക് സെല്ല് ചെയ്യുമ്പോൾ ഏറ്റവും ഉള്ള സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടികളുടെ മുഖത്തുള്ളൊരു ചിരിയുണ്ടല്ലോ. നമ്മൾ ഈ കേക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരി, എനിക്കതാണ് ഏറ്റവും കൂടുതൽ എനർജി തരുന്ന ഒരു കാര്യം. ഹോം ബേക്കേഴ്സ് എന്നറിയാലോ, അതല്ലേ നമ്മളുടെ ഒരു സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്